അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അവർകളെ, ബഹുമാന്യനായ സലാം ഉസ്താദ്, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട KT അബ്ദുല്ല ഫൈസി ഉസ്താദ് അവർകളെ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഉജ്ജ്വല പ്രഭാഷകൻ കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി ഉസ്താദ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ വാർഷിക മഹാസമ്മേളനവും കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ പെരടാല സിയാറത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശൈഖുന ഉസ്താദ് അവർ പതാക ഉയർത്തിയോടുകൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസത്തിന്റെ മതപ്രഭാഷണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 12 വർഷക്കാലം നമ്മുടെ ഈ ജില്ലയിലും നമ്മുടെ ഈ മലയോര പ്രദേശത്തും ഉത്തര മലബാറിലെ നമ്മുടെ മറ്റു പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിന്റെ തറക്കല്ലിടുമ്പോൾ ഒരുപക്ഷെ ഈ പ്രദേശത്തുകാർക്കറിയാം, ഇവിടെ കുറുക്കന്മാർ ഓലിയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. ആ സ്ഥലം ബഹുമാനനായ നമ്മുടെ ഈ വേദിയിലുള്ള കോട്ട അബ്ദുറഹ്മാൻ സാഹിബ് സൗജന്യമായി നമുക്ക് നൽകുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടാൻ വേണ്ടി തീരുമാനിക്കുകയും അന്നേ ദിവസം കണ്ണൂരിൽ ശക്തമായ മഴയുള്ളത് കൊണ്ട് ബഹുമാനനായ ഹൈദരലി ശിഹാബ് നമ്മുടെ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാളിയായിരുന്ന ബാബ ഉസ്താദാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സഹിച്ചും കഷ്ടപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനം വലിയ തോതിൽ വളരുകയുണ്ടായി. ഇടക്ക് കോവിഡ് വന്നപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഒരു ക്ഷീണം നമ്മുടെ സ്ഥാപനത്തിനും സംഭവിച്ചിട്ടുണ്ട്. ആ ക്ഷീണമെല്ലാം മാറി പഴയ പ്രൗഢിയോടും പ്രതാപത്തോടും ശക്തിയോടും കൂടി ഈ സ്ഥാപനം ഇപ്പൊ തിരിച്ചു വരികയാണ്. അതിന്റെ പശ്ചാത്തലം ഒരുക്കുക എന്ന ഒരു ദൗത്യമാണ്
ഇന്നത്തെ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് റൈസി വിരുദ്ധമെടുത്ത് നമ്മുടെ മക്കൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് റഹീസി വിരുദ്ധം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ വളർത്തെടുക്കാനുള്ള പശ്ചാത്തല സൗകര്യവും അതിനുള്ള ഭൗതിക സാഹചര്യവും ഒരുക്കേണ്ടതുണ്ട്. നമുക്ക് മതവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഒരു അക്കാദമിക് സമിതി രൂപീകരിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കുട്ടികൾ ഇവിടെ ബിരുദവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നതാണ്. കേരളത്തിൽ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഓരോ വർഷവും നിരവധി പണ്ഡിതന്മാർ നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബദിയെടുക്ക ഖത്തീബ് ഉസ്താദിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഈ ഉത്തര കേരളത്തിലെ മലയോര പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പസ്, ഈ സ്ഥാപനം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം ആയി വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു നിർണായകമായ ഒരു അജണ്ട എന്ന് പറയുന്നത്, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തറക്കല്ലിടൽ ഇവിടെ നടത്തിയിരുന്നു. ഇതേപോലെയുള്ള ഒരു മനോഹരമായ കെട്ടിടം ഈ സൈഡിലും നിർമ്മിക്കണമെന്ന് ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ ഈ ഇടതുവശത്ത് കെട്ടിടം നിർമ്മിക്കുവാനും ഒരു പ്ലാനും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ തറക്കല്ലിടൽ കർമ്മമൊക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ കണ്യത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ മാനേജിംഗ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്, ഈ വർഷം, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറച്ച് പൈസ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്, അതുപോരാ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനത്തിനപ്പുറത്ത് ഇതേപോലെയുള്ള ഒരു മനോഹരമായ കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ, ഒരു ഫ്ലോറെങ്കിലും ഈ വർഷം നിർമ്മിക്കണമെന്ന് മാനേജിംഗ് കമ്മിറ്റി ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മൾ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു സമാഹരണം ഈ വർഷം നമുക്ക് ആവശ്യമുണ്ട്. 50 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. തുടക്കത്തിൽ തന്നെ സ്വാഗതം പറയുമ്പോൾ 50 ലക്ഷത്തിന്റെ കഥ പറഞ്ഞാൽ പിന്നെ ആരും ഈ പരിപാടിക്ക് വരൂല. വളരെ സിമ്പിളായി നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഈ മലയോര പ്രദേശത്ത് 50 ലക്ഷം നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായ വഴി നമുക്കുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഈ സ്ഥാപനവുമായി അടുത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരു 25 പേരെ കണ്ടെത്തി അവരിൽ നിന്ന് 1 ലക്ഷം രൂപ സ്വരൂപിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ കുറെ അങ്ങോട്ടേക്കൊന്നും പോണ്ട, നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് 1 ലക്ഷം രൂപ സംഭാവന തരാൻ ആഗ്രഹിക്കുന്ന 25 പേരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അവരെ കണ്ടെത്തി നമുക്ക് അത് സ്വരൂപിക്കാൻ കഴിയും. അതുപോലെ തന്നെ 50,000, 25,000, 10,000, 5,000 തരാൻ കഴിയുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ സമീപിച്ചാൽ
അത് സാധ്യമാക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നമുക്ക് സാധാരണ ആളുകൾ ഓരോ വർഷവും 1000 രൂപ 1200 രൂപ തരാറുണ്ട്. ഓരോ വർഷവും ആണ്ട് നേർച്ചക്ക് ഓരോ മഹലിൽ നിന്നും നിരവധി മഹലുകളിൽ നിന്നും തരാറുണ്ട്. അങ്ങനെ ഒരു 1000 പേര് 1000 രൂപ തന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ 50 ലക്ഷം എന്ന കണക്ക് എളുപ്പത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിക്കുന്ന ഞായറാഴ്ച രാത്രിയോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഒന്നാമത്തെ ദിവസം നിങ്ങളോട് സ്വാഗത പ്രസംഗികൻ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ അവർ പറയും. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഉസ്താദ് ഒരു പ്രൊജക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ബേർക്ക് അബ്ദുല്ല ഹാജി പറഞ്ഞു ഞാനൊന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ വെറും പ്രൊജക്റ്റിൽ മാത്രം നിൽക്കേണ്ട ആളല്ല. അപ്പൊ അയാൾ പറഞ്ഞു ഇത് എൻ്റെ വക ഇരിക്കട്ടെ, മറ്റത് നോക്കാം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ പ്രാർത്ഥന നടത്തിയത് ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MPM സയ്യിദ് ഫസൽ കോയമ്മ തങ്ങളാണ്. ഞങ്ങളുടെ ഭാരവാഹികൾ ഒരു ആഗ്രഹമുണ്ട്, ഈ സ്ഥാപനത്തിൽ എപ്പോൾ വിളിച്ചാലും വരും. നാളെ രാവിലെ നമ്മുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആണ് തങ്ങൾ വരേണ്ടത്. അത്യാവശ്യം പോകാനുള്ളത് കൊണ്ട് ഒന്നാമത്തെ ദിവസം തന്നെ ഇവിടെ വന്നു. ഈ സ്ഥാപനത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങൾ വിളിച്ചാൽ നോ പറയാറില്ല. അത് സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, ആ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ ആളുകളും നമ്മുടെ സമസ്തയുമായും പ്രത്യേകിച്ച് കണ്ണിയത്ത് ഉസ്താദ് അക്കാദമിയുമായും അടുത്ത ബന്ധം സ്ഥാപിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മളിപ്പോ 50 ലക്ഷം കിട്ടിയാൽ പോരല്ലോ, നമുക്ക് അതിന്റെ മേലെ വേറെയും കെട്ടിടങ്ങൾ വേണം, ലൈബ്രറികൾ വേണം, ക്ലാസ് മുറികൾ, സ്മാർട്ടായ ക്ലാസ് മുറികൾ വേണം. അങ്ങനെ പല പല പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വിദേശ പര്യടനം അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അവരുടെ സഹകരണം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നതിൽ ആ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പ്രാർത്ഥന നടത്തിയ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കുന്നുങ്ങൈ അവർകളെ ബഹുമാനപൂർവം ആദരവോടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പണ്ഡിത ശ്രേഷ്ഠനും ഒരുപാട് കാലമായി ദർശ നടത്തുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാസർഗോഡ് ജില്ലാ ട്രഷററും മുഷാവറ അംഗം കൂടിയായ സൗമ്യനായ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ ബഹുമാനപ്പെട്ട KT അബ്ദുല്ല ഫൈസി വെള്ളിമുക്ക് അവർകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ
നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ നമ്മുടെ നാട്ടുകാരനും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാമായ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ദാരിമി ആലമ്പാടി ഉസ്താദ് അവർകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി ഇവിടെ തുടങ്ങിയ അന്നു മുതൽ എല്ലാ പരിപാടിയിലും എല്ലാ വർഷവും കീച്ചേരി ഉസ്താദിന്റെ ബാലില്ലാത്ത ഒരു പരിപാടിയും പ്രഭാഷണമില്ലാത്ത ഒരു പരിപാടിയും നമ്മൾ നടത്താറില്ല. അദ്ദേഹം എല്ലാ പരിപാടിയിലും ക്ഷണിച്ചാൽ നമ്മുടെ പരിപാടിയിൽ വന്ന് പരിപാടി വിജയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കീച്ചേരി ഉസ്താദ്. ആ കീച്ചേരി ഉസ്താദിനെ അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ PS ഇബ്രാഹിം ഫൈസി പള്ളങ്കോട് അവർകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി 24 മണിക്കൂർ ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റും നമുക്ക് ഈ മേഖലയിൽ അള്ളാഹു കനിഞ്ഞു നൽകിയ ഒരു നേതാവ് കൂടിയാണ് ബേർക്ക അബ്ദുല്ല ഹാജി. ഞാനിപ്പോ ഞങ്ങളൊരു കല്യാണത്തിന്റെ അടുത്ത് വരുമ്പോക്ക് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നമ്മുടെ ഈ 24 മണിക്കൂറും അദ്ദേഹം വിളിച്ചാൽ പറയുന്ന രണ്ട് കാര്യം, ഒന്ന് കണ്ണിയത്ത്, പിന്നെ ഒന്ന് MIC. ഈ രണ്ടല്ലാതെ വേറൊരു കഥ പറയാറില്ല. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഇത്രയും കാലം തടസ്സം നിന്ന മണ്ണൊക്കെ കട്ടിങ് ഒക്കെ എടുത്ത് വളരെ വൃത്തിയാക്കി വെച്ചു. അതിന് ബഹുമാനപ്പെട്ട MLA-യും അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ അലി തുപ്പക്കൽ, അദ്ദേഹം ഞങ്ങളൊന്നും ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാതെ നിരന്തരമായി ഞങ്ങളെ കൂടെ നടന്ന് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ അലി തുപ്പക്കൽ. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. അലി തുപ്പക്കൽ നമ്മുടെ ഷേഖ് അൽച്ചാന്റെ മോന്. അപ്പൊ അവരെല്ലാവരും അങ്ങനെയാണ്. അൻവർ തുപ്പക്കലായാലും സത്താറാജി ആയാലും അവരൊക്കെ നമ്മുടെ അലിഞ്ഞു ചേരുന്ന വ്യക്തികളാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബേർക്ക അബ്ദുല്ല ഹാജിയോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു ഫ്ലോറെങ്കിലും ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടാവണം. 50 ലക്ഷം. അപ്പൊ അഷ്റഫാണ് ഞങ്ങളുടെ ഈ മാസ്റ്റർ ബ്രെയിൻ. ഈ സ്ഥാപനത്തിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അഷ്റഫാണ്. എന്ത് നിർമ്മാണം എത്ര വേണം എന്ന് ഒരു എഞ്ചിനീയറിനേക്കാളും നന്നായിട്ട് വിലയിരുത്തുകയും അത് ഏറ്റെടുത്ത് നടത്തുകയും ഈ കെട്ടിടമൊക്കെ നിർമ്മിച്ചത് അഷ്റഫാണ്. അപ്പോൾ അഷ്റഫോട് ചോദിക്കുമ്പോൾ അഷ്റഫ് ഒരു 50 ലക്ഷം വേണം. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി അത് ഈ പ്രാവശ്യം ഈ 3 ദിവസത്തിന്റെ ഇടയിൽ ഏറ്റെടുക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബേർക്ക അബ്ദുല്ല ഹാജി അവർകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നമുക്ക് റദ്ദുച്ചയില്ല ഇപ്പൊ നമ്മുടെ കൂടെ, ഖത്തറാജി നമ്മുടെ കൂടെ ഇല്ല, മെട്രോ ഹാജി നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ റദ്ദുച്ചായും നമ്മുടെ ഖത്തറാജിയും നമ്മുടെ പിന്നെ മെട്രോ ഹാജിയും ഒക്കെ ബേർക്കയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വലിയ സംരംഭമുണ്ടല്ലോ, ഈ സംരംഭത്തിന്റെ വിജയത്തിൽ അദ്ദേഹം പങ്കാളിയാവും, യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് അത് സമാപനത്തിനായിരിക്കും. സാധാരണ അയാൾ പ്രഖ്യാപിക്കാറ് സമാപനത്തിനാണ്. സമാപനത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്. അന്ന് തങ്ങളോട് അദ്ദേഹം പറയുമായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഖജാൻജി അഷ്റഫ് നമ്മുടെ അഷ്റഫോട് പറഞ്ഞ ഇത്ര തന്നെയാണ്, ഞങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അഷ്റഫിന്റെ കയ്യിൽ കൊടുക്കുക, ഖജാൻജിന്റെ കയ്യിൽ. 10 ലക്ഷം കൊടുത്താൽ 50 ലക്ഷത്തിന്റെ വർക്ക് ഇവിടെ നടക്കണം. പിന്നെ അത് പൈസ ബാക്കിയുള്ള വന്നോളൂ. സലാം സാറിന് കൊടുത്തോണ്ടിരിക്കാണ്. അവർ 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് അഷ്റഫിന്റെ കയ്യിൽ കൊടുത്താൽ
50 ലക്ഷത്തിൻ്റെ വർക്ക് അഷ്റഫ് ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ള ഒരാളാണ്. ബദിയടുക്കയിലെ ഒരു ചെറുപ്പക്കാരൻ. മാഷാ അല്ലാഹ്, കണ്യത്ത് സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ അഷ്റഫ് വേറെ എവിടെയും പോക്കില്ല, ഒരു പരിപാടിയിലും പോകില്ല, ഒരാളോട് കമ്പനിയുമില്ല. പക്ഷെ ഈ സ്ഥാപനത്തിന് ഒട്ടി നിൽക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഉണ്ടാവും. ഈ സ്ഥാപനത്തോട് ഒട്ടി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാഷാ അല്ലാഹ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 ലക്ഷം ഒരു ആദ്യ ഗഡു അല്ല, സ്വരൂപിച്ച് അത് ബേർക്കാജി തന്നെ കൊണ്ടുപോയി കൊടുക്കും. കൊടുത്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഇതിന്റെ വർക്ക് തുടങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഖജാൻജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ബദിയടുക്ക ഖത്തീബ് ഉസ്താദ്, നമ്മുടെ എപ്പോഴും നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ നമ്മുടെ ബദിയടുക്ക ടൗണിലെ ഉസ്താദ് നമ്മുടെ എല്ലാ പരിപാടികളിലും സഹകരിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു മഹല്ലാണ്. എല്ലാ മഹല്ലുകളും നമുക്ക് സപ്പോർട്ട് നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെ ഒരു മഹല്ല് എന്ന നിലയിൽ ഒരുപാട് സപ്പോർട്ട് നൽകുന്ന ജമാഅത്തിലെ ഖത്തീബ് ഉസ്താദാണ് നമ്മുടെ ഹാഫിള് ത്വാഹ വക്കവി ഉസ്താദ് ഇടുക്കി. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് അവറുകളെ, ബദിയടുക്ക ചീഫ് ഇമാം ഉസ്താദ് അവറുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറി റഷീദ് വെളിഞ്ചത്തോട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രാവശ്യം റഷീദ് വെളിഞ്ചത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, റഷീദ് വെളിഞ്ചക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽപ്പെട്ട ഒരു 10 പേരെ ഞങ്ങൾക്ക് തരണം. ഈ 3 ദിവസത്തിൻ്റെ ഒരു 10 പേരെ തരണം. അപ്പൊ ആ 10 പേരെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഈ കെട്ടിടത്തിലേക്കുള്ള ഒരു എമൗണ്ട് സ്വരൂപിക്കാൻ കഴിയണം. അദ്ദേഹം നല്ലൊരു സംഘാടകനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും SKSF-ിലൂടെ വളർന്നു വരുന്ന ഒരു നല്ല സംഘാടകൻ കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റും, ഈ സ്ഥാപനം ഞങ്ങൾ തമാശ രൂപത്തിൽ ഞാനും സലാം ഉസ്താദ് പറഞ്ഞിന്, നിങ്ങൾ ഈ അൽമ്പ് വലിച്ചിട്ടതിന് ഇവിടെ ഈ സ്ഥലം തന്നില്ലെങ്കിൽ ഈ അൽമ്പ് കോട്ടാജിയോട് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുറച്ചാൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടേ പോകും. അതാണ് അയാളൊരു പോയിന്റ്. അത് വല്ലാത്തൊരു വാക്കാട്ടാ. അപ്പൊ ആ സ്വർഗത്തിൽ കൊണ്ടേ പോകുന്നു പറഞ്ഞാല് ഇതിൽ പങ്കാളിയാവണം. കണ്യത്ത് ഉസ്താദിന്റെ ഈ സ്ഥാപനത്തിൽ പങ്കാളിയായ ആൾക്ക് അത് കിട്ടും, യാതൊരു സംശയമാണ്. അങ്ങനെയുള്ള വലിയ മഹാനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്, ഏത് പരിപാടി ഉണ്ടെങ്കിലും മൂപ്പര് ഞങ്ങളെ കൂടെ വരും. ബാംഗ്ലൂരിൽ വരെ ഞങ്ങളെ കൂടെ വന്ന ആളാണ് മൂപ്പര്. ആരോഗ്യം വകവെക്കാതെ ഈ സ്ഥാപനത്തിന് സ്ഥലം തന്ന്, രണ്ടാമതൊരു സ്ഥലം തൊട്ടടുത്ത പ്രദേശമായ ബാപ്പാലിപുരം തന്ന്, ഇനിയിപ്പോൾ അയാൾ ആലോചിക്കുകയാണ് ഏതെങ്കിലും വേറെ കോളേജോ, അതായത് പ്രൊഫഷണൽ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ തുടങ്ങുകയാണെങ്കിൽ, ഇനി ഏതെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റ് വന്നാൽ, അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങേണ്ടി വന്നാൽ അതും കൂടി മൂപ്പര് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ദീനീ സ്ഥാപനമായ ഈ കണ്യത്ത് അക്കാദമിക്ക് മാറ്റിവെച്ച ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ കോട്ട അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, നമ്മുടെ അൻവർ ഓസോൺ, നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ അൻവർ ഓസോൺ, കണ്ടത്തിൽ മുഹമ്മദ് ഹാജി, നമ്മുടെ പ്രിയങ്കരനായ മൂസ ഹാജി സാഹിബ്. മൂസ ഹാജി സമസ്തന്റെ ഏടെ പരിപാടി ഉണ്ടെങ്കിലും, ലീഗിന്റെ ഏടെ പരിപാടി ഉണ്ടെങ്കിലും മൂസ ഹാജി അവിടെ ഉണ്ടാവും. എവിടെ ലൈഫ് ബോയ് ഉണ്ട് അവിടെ ആരോഗ്യമുള്ളതുപോലെ നമ്മുടെ സമസ്തന്റെ ഏത് പരിപാടി, ഞാൻ ഒരു ദിവസം പട്ടിക്കാട് ജാമ്യ നൂരിയിൽ ഞങ്ങളെ ഉസ്താദിന് സനത് കിട്ടുന്ന പരിപാടി, ഇത് വർഷമല്ല 2 വർഷം 3 വർഷം മുമ്പ് പോയപ്പോൾ മൂപ്പര് സ്റ്റേജിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മൂപ്പര് ചേറൂർന്ന് ഇവിടെ
അവിടെ എത്തി വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കോഴിക്കോട് ഉണ്ട് പരിപാടിയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് മൂസ ഹാജി. ആ മൂസ ഹാജിയെ ഇവിടെ വന്നു നമ്മളെ സന്തോഷിപ്പിച്ചു. മൂസ ഹാജിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു അള്ളാഹു നിയമത്ത് നൽകിയ ഒരു വ്യക്തിയാണ്. ഈ സ്ഥാപനത്തിന്റെ ഒരു പങ്കാളി ആവണം എന്ന് മൂസ ഹാജിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അസീനാർ ഫൈസി ഉസ്താദ് നമ്മുടെ ഒരുപാട് കാലം ഞങ്ങളുടെ മഹലിൽ സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഈന്തടുക്ക മഹലിൽ ഇപ്പൊ മൂപ്പര് കുമ്പ്രാജിയിലുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ എല്ലാ പരിപാടിയിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അസൈനാറാജി, നമ്മുടെ അസൈനാറാജി കണ്ണിയത്ത് തുടങ്ങുന്ന ആ കാലം മുതൽ നമ്മുടെ കൂടെയുണ്ട്. ആ ബഹുമാനപ്പെട്ട അസൈനാറാജി സാഹിബ് നമ്മുടെ ഈ കണ്ണിയത്ത് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയാണ്. മാഷാ അല്ലാ, അദ്ദേഹത്തിന്റെ 2 മക്കള് നല്ല നിലയിലുണ്ട്. ഇനിയും ഉയർത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മകൻ ധാരിമിയാണ്, ഈജിപ്തിൽ പോയി ഇപ്പൊ പിന്നെ ഉപരിപഠനം നടത്തി വന്ന ഒരു നല്ല പണ്ഡിതനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് ഈ ദീനീ സ്ഥാപനത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളെല്ലാം മതിയാക്കിയിട്ട് നമ്മുടെ ഈ ദീനീ സ്ഥാപനത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്തി പ്രവർത്തിക്കണം എന്ന് അദ്ദേഹത്തോട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. അസൈനാറാജി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പിന്നെ ബാംഗ്ലൂർ കമ്മിറ്റിയുടെ ഖജാൻജി റസാഖ് സാഹിബ് വേദിയിലുണ്ട്. അദ്ദേഹത്തെ ചെയ്യേണ്ട റസാഖ് സാഹിബ് ചെയ്തു തരേണ്ടത് ഒരു കുറച്ച് ഡബ്ബ 100 കട ആ 100 കട സെലക്ട് തന്നാൽ ഒരു വർഷത്തിൽ ഒരു 2-3 ലക്ഷം കിട്ടും. അത്ര മതി. നല്ല സൗകര്യം റസാഖ് സാഹിബ് സഹപ്രവർത്തകന്മാർ വെള്ളിക്കട്ടയിലെയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. അവരൊക്കെ സഹായിച്ചാൽ അവിടെ ഈ 100 ഡബ്ബ വെക്കാൻ കഴിയും, മികച്ച ഡബ്ബ വെക്കാൻ കഴിയും. അപ്പോൾ അത് ബാംഗ്ലൂരിൽ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോകാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ പോകുന്ന സമയത്ത് നമ്മുടെ റസാഖ് സാഹിബ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തരാറുണ്ട്, ഭക്ഷണം തരാറുണ്ട്. താമസിക്കാനും ഭക്ഷണം തന്നില്ലെങ്കിലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇനി വേണ്ടത് ഒരു 100 നേർച്ച ഡബ്ബ വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു നന്ദി അറിയിക്കുന്നു. എപ്പോഴും നമ്മുടെ പരിപാടിയിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം. അമിതാജിക്കുണ്ട്. ഞങ്ങളെ ഫുഡിന്റെ എല്ലാ പരിപാടിക്കും ഞങ്ങൾക്ക് ഇറച്ചി ബേർക്കാജി തരുമ്പോ അരി അമിതാജി തരും. അത് എത്ര പരിപാടി ഉണ്ടെങ്കിലും അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കൂല, 2 പേരും. തീർച്ചയായിട്ടും അമിതാജി അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാരുണ്ട് ഇവിടെ. ഉസ്താദുമാരുടെ പേരെല്ലാം കണ്ടത്തിലാജി ഉണ്ട്. കണ്ടത്തിലാജിന്റെ പേര് പറഞ്ഞു. നമ്മുടെ ഐത്തമി ഉസ്താദുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അതുപോലെ തന്നെ SKSF-ന്റെയും SYS-ന്റെയും നമ്മുടെ പോഷക സംഘടനയുടെയും നേതാക്കന്മാർ സദസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പണ്ഡിതന്മാരായ ആളുകളുണ്ട്. എല്ലാവരെയും ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും വരും ദിവസങ്ങളിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനം ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാവരും സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കണം. ഈ ദൗത്യം ഞങ്ങള് മാനേജ്മെന്റ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ തരാൻ പൈസ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ സപ്പോർട്ടും വേണം. 1000 രൂപ കൊല്ലത്തിൽ തരാൻ പറ്റാത്ത ആരുണ്ടാവില്ല. എത്ര കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും 1000 രൂപ തരും. ഞങ്ങൾ ചോദിക്കുന്നത് അത് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു 1000 പേരെ നിങ്ങളെ സപ്പോർട്ടിൽ തന്നാൽ 10 ലക്ഷമായി. അതാണ്
ഞങ്ങൾ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും ഭാരവാഹികളും ഞങ്ങളെല്ലാവരും കൂടി ബാക്കി പണം ഞങ്ങൾ സ്വരൂപിക്കും. അടുത്ത മഹാസമ്മേളനത്തിൽ ഈ ഒരു ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ നടത്താൻ, കെട്ടിടം മനോഹരമായി ഉണ്ടാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബേർക്ക അബ്ദുല്ല ഹാജി അവറുകളാണ്. അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം